ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ക്വസ്റ്റ്യനുകളും എല്ലാം കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് റീബർ കമ്മ്യൂണിറ്റി, അതായത് റീബർ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ റീസെൻ്റ്ലി ഇപ്പോൾ ലിസ്റ്റ് ആവാൻ മാർച്ച് 31 പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൺ ചെയിൻ വിഡ്രോവൽ ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുടെ ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇത് റിയൽ ആണോ അതോ ഫേക്ക് ആണോ എന്നുള്ളൊരു കാര്യമാണ്. എനിക്കും അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു 100% എനിക്ക് എടുത്ത് പറയാനൊന്നും പറ്റില്ല. എന്നാലും കുറച്ച് പോസിറ്റീവും കൂടുതൽ നെഗറ്റീവും ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ ഇവിടെ ടോൺ സ്കാനിൽ അതിൻ്റെ ടോക്കൺ ജനറേറ്റ് ചെയ്തതും അതേപോലെ തന്നെ ആരൊക്കെയാണ് മെയിനായിട്ട് ഹോൾഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് വിഡ്രോ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ മേജറായിട്ട് ഹോൾഡേഴ്സ് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും മെക്സിയിലേക്ക് അവർ 1 ബില്യൺ റീബർ ടോക്കൺ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മെക്സിൻ്റെ അക്കൗണ്ട് റിയൽ തന്നെയാണോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കും. തീർച്ചയായിട്ടും റിയൽ തന്നെയാണ്. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാലൻസ് ഓഫ് ടോണും അതിൻ്റെ അസറ്റും എത്രത്തോളം എമൗണ്ട് ആണ് അവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ആണ് കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു എക്സ്ചേഞ്ചിൽ തന്നെ ആയിരിക്കണം എന്ന് നമുക്ക് എന്തായി അത് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഈ ഒരു CEX ലിസ്റ്റ് ആവാൻ പോകുന്നത് ഏപ്രിൽ 5 എന്നാണ് അവർ എന്ത് ചെയ്തിട്ട് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ അവരൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ DEX ക്ലെയിം ചെയ്യാം. അതായത് 31 മാർച്ച് 10 UTC DEX സ്റ്റോൺ ഫൈ എന്ന് പറഞ്ഞിട്ട് ടോണ്ടയിൽ ഇത് എന്താവാൻ പോവാണ്, ലിസ്റ്റ് ആവാൻ പോവാണ്. CEX ലിസ്റ്റിങ്ങും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേജറായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെക്സിയിലായിരിക്കാം ഇത് വരാൻ പോകുന്നത്. അപ്പോഴും ഇതിന് അപ്പം തന്നെ ചെയ്താൽ മതിയോ ബ്രോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കും. ഞാൻ പറയുന്ന എൻ്റെ ഒരു ഒപ്പീനിയനാണ്. DEX വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്താൽ അഥവാ ലിസ്റ്റ് ആയെന്ന് പറഞ്ഞാൽ DEX വരുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രോഫിറ്റാണ് കിട്ടുന്നത് അതൊരിക്കലും CEX വരുമ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്തായാലും DEX തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യാൻ നോക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ തന്നെ റീസെൻ്റ്ലി കുറേ പേര് ഏത് വാലറ്റിലേക്കാണ് ക്ലെയിം ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അവർ റീസെൻ്റ്ലി തന്നെ അവരിൻ്റെ ഈ ഒരു അനൗൺസ്മെൻറ്റ് പേജിൽ അവർ ടോൺ കീപ്പറിൽ ഈ ഒരു ടോക്കൺ വെരിഫൈഡ് ടോക്കൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 3 to 4, 5 ദിവസത്തിനുള്ളിൽ ഇത് വെരിഫൈഡ് ടോക്കൺ ആയിട്ട് മാറുമെന്നുള്ളൊരു കാര്യം അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ എന്ത് ചൂസ് ചെയ്യാം? ടോൺ കീപ്പർ തന്നെ ചൂസ് ചെയ്യാം. നമുക്ക് ആൾറെഡി തന്നെ ഫിഞ്ച് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഈ യൂണിസാപ്പ് ചെയ്യാത്ത കാരണം, യൂണിസാപ്പിൽ ഇത് ഇമ്പോർട്ട് ചെയ്യാത്ത കാരണം കുറേ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ സ്വാപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതേ ടൈപ്പ് പ്രൊജക്റ്റ് തന്നെ ആയിരിക്കണം ഈ റീബർ എന്ന് പറയും. ഇവർ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യും, ലിക്വിഡിറ്റി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല, പെട്ടെന്ന് റെഡ് ബുൾ ചെയ്യാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടോൺ കീപ്പർ തന്നെ മോസ്റ്റ്ലി ചൂസ് ചെയ്യാനാണ് ഞാൻ പറയുക. വേറെ വാലറ്റിലൊക്കെ ചൂസ് ചെയ്താൽ കിട്ടില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. ഏത് ടോൺ നെറ്റ്വർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ചെറിയൊരു വിഡ്രോൾ ഫീ ഉണ്ട്. എത്രയാണ് വിഡ്രോൾ ഫീ, അതേപോലെ തന്നെ എങ്ങനെയാണ് ക്ലെയിം ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ റീബർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഇത് ഓപ്പൺ ആകുമ്പോൾ കൂടുതൽ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ആ ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള റീജിയനിൽ ഇത് എന്താവുന്നില്ല, ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആവാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു VPN ഒക്കെ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ വിഡ്രോയൽ ടൈം എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു സമയം തന്നിട്ടുണ്ട്. ഒരു ദിവസവും ഇനി 4 മണിക്കൂറും 52 മിനിറ്റും 36 സെക്കൻഡ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ വാലറ്റ് ഞാൻ ആൾറെഡി തന്നെ കണക്ട് ചെയ്ത് ഞാൻ ഇതൊന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എൻ്റെ ടോൺ കീപ്പർ വാലറ്റ് ഞാനിവിടെ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആൾറെഡി വാലറ്റ് കണക്ട് ചെയ്തവർക്ക് വീണ്ടും ഡിസ്കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ടോൺ കീപ്പർ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യണം. അപ്പോൾ ടോൺ കീപ്പർ കണക്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ആപ്പിലേക്ക് വരും. നമുക്ക് അവിടെ വന്നിട്ടൊന്ന് ഈ കണക്ട് വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈനിങ് കൊടുക്കേണ്ടി വരും. സൈനിങ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അവിടെ കണക്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ അടുത്ത് ഇവിടെ ചെയ്യാൻ പോകുന്നത് വിഡ്രോ ടു വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു വിഡ്രോ ടു വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വാലറ്റിൽ അല്ലെങ്കിൽ ടോൺ കീപ്പറിൽ ഒരു 0.35 ടോണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ എല്ലാ ഡീറ്റെയിലും കാണുന്നുണ്ട്. ഈ സ്റ്റാറ്റസ് അൺവെരിഫൈഡ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഗോൾഡൻ പാസ് ഉണ്ടായിരുന്നു, അത് പൈസ കൊടുത്തിട്ടാണ് വാങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ഗോൾഡൻ പാസ് ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ടോക്കണൊക്കെ റിസീവ് ആവുമെന്ന് പറയുന്നുണ്ട്. ആൾറെഡി വിഡ്രോ ചെയ്ത ആൾക്കാർക്ക് റിസീവായി കണ്ടിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഗ്രൂപ്പിൽ ആൾക്കാരും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് എല്ലാവർക്കും റിസീവ് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ക്ലെയിം നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക്
ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാലറ്റിൽ നമുക്കൊരു കൺഫർമേഷൻ വരും. അതൊന്ന് കൺഫർമേഷൻ വന്നെന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഫീസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവരിവിടെ ഫീസ് ചാർജ് ചെയ്യുന്നത് 0.3 ടോണും അതേപോലെ തന്നെ നെറ്റ്വർക്ക് ഫീ ആയിട്ട് ഒരു $0.81 സംതിങ് അത്രത്തോളം വാല്യൂ ഒക്കെയാണ് ഇവർ എന്ത് ചെയ്യുന്നത് ചാർജ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ കൺഫേം കൊടുക്കുകയാണ്. കൺഫേം കൊടുത്തിട്ട് എൻ്റെ പാസ്വേഡ് ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാസ്വേഡ് അടിച്ചു കൊടുത്തോണ്ട് ഇവിടെ കൺഫേം ആയി. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് അവിടെയാണ്. അപ്പോൾ നമ്മുടെ വെരിഫൈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നുണ്ട്. ദ ട്രാൻസാക്ഷൻ വിൽ ബി പ്രോസസ്ഡ് ഇൻ ഫ്യൂ സെക്കൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിലേക്ക് യുവർ വിഡ്രോവൽ റിക്വസ്റ്റ് ഹാസ് ബീൻ സബ്മിറ്റഡ് ഡ്യൂ ടു സെർവർ കൺജഷൻ. ഇറ്റ് മേ ടേക്ക് ഫ്യൂ അവേഴ്സ് ഫോർ റെപ്പ് ടു സെൻഡ് ടു യുവർ വാലറ്റ്. അപ്പോൾ കൺജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നത് കാരണം അവിടെ ഒരു സ്റ്റെക്ക് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 1 മണിക്കൂർ 2 മണിക്കൂറിലൊക്കെ നിങ്ങളുടെ ഈ ഒരു വാലറ്റിലേക്ക് ഞങ്ങളുടെ റിപ്പ് ടോക്കൺ ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് ലിസ്റ്റായി കഴിഞ്ഞു. മാർച്ച് 31-ാം തീയതി എങ്ങാനും ഈ ഒരു സാധനം ലിസ്റ്റായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിൽ അപ്പോഴും നിങ്ങൾ എന്ത് വെക്കണം, ഒരു ടോൺ ബാലൻസ് വെക്കണം. വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇത് സ്വാപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് സ്വാപ്പ് ചെയ്യാനും ഒരു ഗ്യാസ് ഫീ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും കുറച്ച് ടോണും കൂടി നിങ്ങൾ എന്ത് ചെയ്യാൻ വെക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു 2.7 ടോണൊക്കെ എൻ്റെ ഇവിടെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേ ബി ഇതെങ്ങനെ ലിസ്റ്റ് ആയെന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ സ്വാപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗ്യാസ് ഫീ ആയിട്ട് ഇത്രത്തോളം ടോൺ വെച്ചിട്ട്. എന്താണെന്ന് പറഞ്ഞാൽ റെപ്പ് ടോക്കൺ അവിടെ കിടക്കുന്നത് ഒരുപാട് ഹ്യൂജ് എമൗണ്ടിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും 2 ടോണോ അല്ലെങ്കിൽ ചിലപ്പോൾ 1.5 ടോണോ 1 ടോണൊക്കെ ആയിരിക്കും മേ ബി ഗ്യാസ് ഫീ ആക്കിയിട്ട് എനിക്ക് വരിക. ഒരുപാട് അവിടെ ഈ ഒരു ഒരുപാട് ആൾക്കാർ മാറ്റുമ്പോൾ ഒരുപാട് നെറ്റ്വർക്ക് ഫീ ഒക്കെ അവിടെ വയലേഷനൊക്കെ വരാനുള്ള പല സാധ്യതകളും കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ എങ്ങാനും ഫിഞ്ച് പോലെ റീബറും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നു എന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ. ഇതിപ്പോൾ അഥവാ ഈ സാധനം ലിസ്റ്റ് ആയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് 0.35 ടോൺ മാത്രമാണ് പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മൈൻഡ് സെറ്റിൽ എടുക്കുന്ന ആൾക്കാർ മാത്രം എന്ത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി. എല്ലാത്തവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്, CX വരെ വെയിറ്റ് ചെയ്യുക. മേ ബി ഇത് ലിസ്റ്റ് ആയില്ലെങ്കിലോ, അപ്പോൾ എന്തായാലും 31-ാം തീയതി ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മെക്സിൽ ഇത് ലിസ്റ്റ് ആവുമല്ലോ. അപ്പോൾ ഇത് ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് CXലേക്കും ക്ലെയിം ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊണ്ടുവരും. അങ്ങനെ ഓപ്ഷൻ കൊണ്ടുവരുമ്പോഴേക്കും ഇതിന് ഒരുപാട് വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും മറക്കാതെ ശ്രമിക്കുക. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.